കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും, സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ഒരു പതിറ്റാണ്ട് മുമ്പ് നിർമ്മാണം ആരംഭിക്കുകയും പിന്നീട് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത അഞ്ചൽ ഈസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റേഡിയം നിർമ്മാണ പൂർത്തീകരണത്തിന് വഴിയൊരുങ്ങുന്നു. നിർമ്മാണം പുനരാരംഭിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുത്ത് പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. എസ് ജയമോഹൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെയാണ് 12 വർഷങ്ങൾക്ക് മുമ്പ് 2014 ഈസ്റ്റ് സ്കൂൾ കളിസ്ഥല നവീകരണം ആരംഭിച്ചത്. എന്നാൽ ഏതാനും ഫില്ലറുകൾ നിർമ്മിച്ചതൊഴിച്ചാൽ മറ്റൊരു നിർമ്മാണവും ഇവിടെ നടന്നിരുന്നില്ല. പിന്നീട് 2018 മുൻമന്ത്രി കെ രാജു കളിസ്ഥല നിർമ്മാണത്തിനായി 1 കോടി രൂപ അനുവദിച്ചെങ്കിലും അധികൃതരുടെ അനാസ്ഥയാൽ അതും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്റ്റേഡിയം എന്ന ആവശ്യം ശക്തമാവുകയും ഈസ്റ്റ് സ്കൂൾ സ്റ്റേഡിയം നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയരുകയും ചെയ്തതോടെ ജില്ലാ പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷൻ അംഗവും പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷനും കൂടിയായ ടി അജയൻ മുൻകൈയെടുത്ത് ഇപ്പോൾ 1.5 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള അഞ്ചൽ ഈസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റേഡിയം നിർമ്മാണത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ നിന്നും 2ാം ഘട്ടമായി 2026-27 സാമ്പത്തിക വർഷത്തിൽ 1.5 കോടി രൂപ അനുവദിക്കുവാൻ കഴിഞ്ഞ മാസം ചേർന്ന ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ജില്ലയിലെ ത്രിതല പഞ്ചായത്ത് സമിതികളുടെ പദ്ധതിക്ക് അന്തിമമായ അംഗീകാരം നൽകുന്ന ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ഈ മാസം 7-ാം തീയതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ പദ്ധതി ആരംഭിക്കാൻ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാനും അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് സമിതി യോഗം ചേർന്നുകൊണ്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അതിൻ്റെ നിർമ്മാണത്തിലേക്ക് പോകുവാനും ആവശ്യമായ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിനോടൊപ്പം കെ രാജു അനുവദിച്ച 1 കോടി രൂപ കൂടി ചേർത്തുകൊണ്ട് വേഗത്തിൽ നിർമ്മാണം ആരംഭിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ജില്ലാ പഞ്ചായത്ത് നിർമ്മാണത്തിനുള്ള കരാർ നടപടികൾ ഉടൻ പൂർത്തീകരിക്കും. കെ രാജു അനുവദിച്ച 1 കോടി രൂപയുടെ നിർമ്മാണം ഏറ്റെടുത്ത സ്പോർട്സ് കൗൺസിൽ പ്രത്യേക വിഭാഗത്തോട് വേഗത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ MLA സി ജയപ്രസാദിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2.5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ഗാലറി നിർമ്മാണവും അത്യാവശ്യം വേണ്ട അടിസ്ഥാന സൗകര്യ വികസനവും പൂർത്തിയാക്കും. പിന്നീട് കൂടുതൽ തുക അനുവദിച്ചുകൊണ്ട് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. നമ്മുടെ ബഹുമാന്യനായ പുതിയ MLA ശ്രീ സി അജയപ്രസാദ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം എല്ലാ പഞ്ചായത്തുകളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അഞ്ചൽ ബ്ലോക്കിലും റിവ്യൂ നടത്തിയ കൂട്ടത്തിൽ നമ്മുടെ 1 കോടി രൂപ മന്ത്രി എന്നുള്ളതിൻ്റെ ആയുസ് എൻറിച്ച് ഫണ്ടിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് പ്രത്യേകം പുനലൂരിൽ വിളിച്ചു ചേർക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച പുനലൂരിൽ TV-യിൽ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ യോഗമെല്ലാം ചേർന്നുകൊണ്ട് ആ പദ്ധതി ടെൻഡർ ചെയ്ത കരാറുകാരനെ കൂടെ യോഗത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ആലോചിച്ചിട്ടുണ്ട്. സ്റ്റേഡിയം നവീകരണം പുനരാരംഭിക്കാൻ പച്ചക്കൊടിയായതോടെ വലിയ സന്തോഷത്തിലാണ് കിഴക്കൻ മേഖലയിലെ കായിക താരങ്ങളും കായിക പ്രേമികളും. നാട്ടുവാർത്ത, അഞ്ചൽ. ഓണം ബമ്പറുമായി കൈരളി ജുവല്ലേഴ്സ്. ചിങ്ങമാസത്തിൽ കൈരളി ജുവല്ലേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. മഹീന്ദ്ര ഥാർ ബമ്പർ സമ്മാനമായി നേടൂ. 27 വർഷത്തെ സംശുദ്ധ പാരമ്പര്യമുള്ള കൈരളി ജുവല്ലേഴ്സിന് 2 പുതിയ അധ്യായങ്ങൾ കൂടി. നവീകരിച്ച കല്ലമ്പലം ഷോറൂം ഉദ്ഘാടനം ഓഗസ്റ്റ് 13-നും 7ാമത് മെഗാ ഷോറൂം ഓഗസ്റ്റ് 15-ന് അഞ്ചലിലും പ്രവർത്തനം ആരംഭിക്കുന്നു. പരിശുദ്ധിയുടെ പൊൻപ്രഭ കൂടുതൽ ഉയരങ്ങളിലേക്ക്.